സഹൃദയരെ, അങ്ങനെ നമ്മുടെ വലിയ കാത്തിരിപ്പിനൊടുവിൽ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിന്റെ 5ാം ഭാഗം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ രാവിലെയായിരുന്നു ആ സംഭവ വികാസം നടന്നത്. ഇന്നലെ രാവിലെ തന്നെ ഞാൻ മുഴുവനും കണ്ടു തീർത്തു. താൽക്കാലികമായി ഇപ്പോൾ 4 എപ്പിസോഡുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആദ്യ 3 എപ്പിസോഡുകൾക്ക് ഏകദേശം 1 മണിക്കൂർ ദൈർഘ്യം വരുന്നു. അവസാനത്തെ 4ാമത്തെ എപ്പിസോഡിന് 1.5 മണിക്കൂറും. ഇതിന് 2 ഭാഗങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. ഇനി 3 എപ്പിസോഡുകൾ ക്രിസ്മസിന്റെ എന്തായിരിക്കും വരുന്നത്, ഡിസംബർ 25-നും. അത് കഴിഞ്ഞ് ഡിസംബർ 31-ന് അവസാന ഭാഗം വരും. അതോടുകൂടി സ്ട്രേഞ്ചർ തിങ്സ് എന്ന മഹാത്ഭുതം അവിടെ അവസാനിക്കുന്നതായിരിക്കും. 2016-ലാണ് സ്ട്രേഞ്ചർ തിങ്സ് ആദ്യമായി പുറത്തിറങ്ങുന്നത്. അന്ന് മുതൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്ന ആ കുരുന്നുകൾ ഇന്ന് വളർന്നു വലുതായി പന്തലിച്ച് നിൽക്കുന്നു. അത് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ സ്വന്തം അമേരിക്കയിലുള്ള എരിക്ക. ഇപ്പോൾ കാണാൻ ഏകദേശം റിയാനയെ പോലെ തന്നെയുണ്ട്. സ്വഭാവവും അതുപോലെയൊക്കെ തന്നെ വരും. ഇവളുമായി നമ്മൾ വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിരാശയായിരിക്കും നമുക്ക് സംഭവിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം സ്റ്റീവ് ഹാരിങ്ടൺ. അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ ചെയ്യാത്ത പ്രാർത്ഥനകളോ വഴിപാടുകളോ ഒന്നും ഇനി ബാക്കിയില്ല. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. എല്ലാവരുടെയും ഏകദേശം പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളാണ് നമ്മുടെ സ്റ്റീവ് ഹാരിങ്ടൺ. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന് പിറക്കാതെ പോയ സഹോദരന്റെയും തമ്മിൽ തല്ലി കാണാൻ വേണ്ടി മാത്രം നമ്മൾ എത്ര പേരാണ് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്നത്. ഈ പുറത്തു വന്ന 4 എപ്പിസോഡുകളിൽ അവസാന ഭാഗം വളരെ ഗംഭീരമായിരുന്നു. എന്നാലും ഇവർ പറയേണ്ടതൊന്നും പറഞ്ഞു തീർത്തിട്ടില്ല. ഏകദേശം ഒരു തുടക്ക ഭാഗം മാത്രമാണ് ഇതിലൂടെ കാണിച്ചിട്ടുള്ളത്. ഇനി വരാനുള്ള വലിയ സംഭവ വികാസങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഇനി വരാൻ പോകുന്ന 4 എപ്പിസോഡുകൾ വഴി നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ സമയദൈർഘ്യം മിക്കവാറും കൂടുതലാവാനാണ് സാധ്യത എല്ലാത്തിൻ്റെയും. അതുമാത്രമല്ല, ഡിസംബർ 30-ന് വരുന്ന എപ്പിസോഡ് തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുമെന്നാണ് കേട്ടത്. അത് നമുക്കില്ല, അങ്ങോട്ട് മാത്രം സെലക്റ്റഡ് ആയിട്ടുള്ള തിയേറ്റേഴ്സിൽ മാത്രമേ അതൊക്കെ പ്രദർശിപ്പിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് സ്ട്രേഞ്ചർ തിങ്സുമായി സാമ്യം തോന്നുന്ന രീതിയിൽ ആ കുട്ടികളുമായി ഇടപഴകുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു സീരീസ് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ് വെൽക്കം ടു ഡെറിയിലേക്ക് കടക്കാവുന്നതാണ്. അതും ഏകദേശം വലിയൊരു സാധനം തന്നെയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഇറ്റ് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 സിനിമ കണ്ടതിന് ശേഷം ആ സീരീസ് കണ്ടു തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം പീക്ക് ലെവലായി വരുന്നുണ്ട്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, നമുക്ക് സീസൺ 4 സംശയം ഉണ്ടായിരുന്നു, വലിയ ഗേ ആണോ അല്ലയോ എന്ന്. അല്ല, സീസൺ 5 ചെറിയൊരു സാഹചര്യത്തിൽ എനിക്ക് തോന്നി, ഇവൻ ഗേ അല്ലായിരുന്നല്ലേ, വെറുതെ തിരിച്ചു പാവം പോയി. പക്ഷേ അങ്ങനെയല്ല, ഇവൻ ഗേ തന്നെയാണ്. ബൈക്കിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് തുറന്ന് കാണിച്ചിരിക്കുകയാണ് അലവലാതി. ഒന്നുമില്ലെങ്കിലും ഉറ്റ ചങ്ങാതിയല്ലേ, കൂടെ നടന്ന സുഹൃത്തിനെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേട്. ഇവന് വേറെ ആരെങ്കിലും നോക്കിക്കൂടായിരുന്ന. എന്നിട്ട് അതിന് മൊത്തം വളം വെച്ച് കൊടുക്കുന്നതാണ് റോബിൻ. അവളെ വേണം നമ്മൾ ആദ്യം തല്ലാൻ. നമുക്ക് സാഹചര്യം ഇനി വേറെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത്തവണ വെക്കുന്ന പ്ലാൻമായിട്ട് പിഞ്ചു പിള്ളേരെയാണ് അടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നത്. ദേശരി പഠിക്കുന്ന കുഞ്ഞു പിള്ളേരെയല്ല, 1-ലോ 2-ലോ അതേ ഏത് ക്ലാസ്സുള്ളത് എനിക്കറിയൂടെ, പഠിക്കുന്ന കുഞ്ഞു പൈതങ്ങളെയാണ് അടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നത്. അങ്ങനെ സൈനികരെത്തി അവരെ ക്യാമ്പിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നമ്മുടെ പിള്ളേരെത്തി ആ പിള്ളേരെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ സീസൺ 4-ന്റെ ഗതി മുന്നോട്ട് പോകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ആദ്യമേ പറയേണ്ടതായിരുന്നു. നമ്മുടെ വീലർ ഫാമിലിയുടെ മൈക്കിലെ കുഞ്ഞ് അനുജത്തിയാണ് ഇപ്പോൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ആ കുട്ടിയാണ് ആദ്യം വ്യക്തിയെ തട്ടിക്കൊണ്ട് പോയത്. നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്പൂണും കയ്യിൽ വെച്ച് ആഹാരം വാരി കഴിക്കുന്ന ആ കുഞ്ഞു കുട്ടി ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുന്നു. മഹാത്ഭുതം! എത്ര പെട്ടെന്നാണ് കാലങ്ങൾ കടന്നു പോകുന്നത്. എന്തായാലും ആദ്യം വന്ന 4 എപ്പിസോഡുകൾ വളരെ മനോഹരം തന്നെയായിരുന്നു. എല്ലാം കൂടി ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ കണ്ടു തീർക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എത്ര ദിവസം വെയിറ്റ് ചെയ്യണമല്ലോ എന്നൊരു വിഷമം മാത്രം. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കാത്തിരുന്ന് ഇത്രയും വർഷം കാത്തിരുന്നില്ലേ. അങ്ങനെ നമുക്ക് ഇവിടെ പറയാനുള്ള സമയം അഗതമായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റീവിന് മാത്രം ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഭഗവതി അവരൊന്നും വരുത്തരുതേ. സ്റ്റീവ് ഒഴിച്ച് ബാക്കി എല്ലാവരും ആര് ചത്താലും എനിക്കൊരു പ്രശ്നമേ അല്ല. സ്റ്റീവിന് മാത്രം ഒന്നും സംഭവിക്കില്ലേ.